ഹലോ, എല്ലാവർക്കും നമസ്കാരം. മിനിസ് എത്രി കിച്ചൺ ഫുഡ് ഫോർ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഈവനിങ് സ്നാക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ റമദാൻ ടൈമിലൊക്കെ നമുക്ക് നോമ്പ് തുറക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കോഴിയടയാണ്. ഇതെങ്ങനെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി നമുക്ക് കോഴിയടയ്ക്ക് നമുക്കത് മാവ് തയ്യാറാക്കിയെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് അളവ് മൈദ മാവാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ കുഴയ്ക്കാൻ കുറച്ച് എണ്ണ കൊടുക്കുന്നു. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാൻ ഈ ഒരു ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് കുഴച്ച് നോക്കുക വെള്ളം പാകത്തിനാണോ എന്ന്. അതിനുശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് പാകം നോക്കിയെടുക്കുക. കോഴിയുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്ക് മാവ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ ടൈമിൽ കോഴിയുടെക്ക് ആവശ്യമായ ചിക്കൻ ഫില്ലിങ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഈ ഒരു ഗ്ലാസ്സിൽ 3/4 ഗ്ലാസ് വെള്ളമാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് 2 ഗ്ലാസ് മൈദയ്ക്ക് 3/4 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇവിടെ ഇപ്പം ചിക്കൻ്റെ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ഉപ്പും കുരുമുളക് പൊടിയും
ഇല്ല, എന്നാൽ കട്ടി തീരെ കുറവുമല്ല. കാരണം നമ്മൾ തീരെ കട്ടി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ അത് വിട്ടുപോകാൻ സാധ്യതയുണ്ട് നമ്മുടെ ഫില്ലിങ്. അപ്പം ഈ ഒരു വലിപ്പത്തിൽ ഞാൻ ബാക്കിയുള്ള ബോൾസ് എല്ലാം പരത്തിയെടുക്കാം. ഇവിടെ നമ്മുടെ മാവെല്ലാം ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് ഇതേ ഒരു ഷേപ്പിൽ. ഇനി നമുക്കിത് എങ്ങനെ ഫില്ല് ചെയ്യാമെന്ന് നോക്കാം. ഇപ്പം ഞാൻ ഈ ഒരു മാവ് കയ്യിലെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഇത് നമ്മൾ ഫില്ല് ചെയ്യാണ്. കുറച്ച് ഫില്ലിങ് നമ്മൾ എടുത്ത് വയ്ക്കുകയാണ് ചിക്കൻ്റെ. ഇത് അധികം ഫില്ല് ചെയ്യണ്ട, കാരണം നമുക്ക് ചിക്കൻ അത് എണ്ണയിൽ ഇടുമ്പോൾ നമ്മുടെ ഇത് പൊട്ടിപ്പോവും ഫില്ലിങ്. അപ്പോൾ അതിങ്ങനെ യോജിപ്പിച്ചൊന്ന് അതൊന്ന് ക്ലോസ് ചെയ്യാണ്. നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ അത് നന്നായിട്ടൊന്ന് ക്ലോസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം വെച്ചാൽ ഫില്ലിങ് പൊട്ടിപ്പോവരുത്. നമ്മൾ എണ്ണയിലിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു നമ്മുടെ ഫോർക്ക് ഉപയോഗിച്ച് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടും. ഒന്നും കൂടി നന്നായിട്ട് അതൊന്ന് ക്ലോസ് ആയി വരികയും ചെയ്യും. അപ്പം നമ്മുടെ ഇത് ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ മാവും റെഡിയാക്കി എടുക്കാം. ഇവിടെ നമ്മുടെ കോഴിയുടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. ആ ടൈമിൽ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മളിത് ക്ലോസ് ചെയ്യുന്ന ടൈമിൽ ഇത് ക്ലോസ് ചെയ്യാൻ ബുദ്ധിമുട്ട് വന്നാൽ കുറച്ച് എണ്ണയൊന്ന് കയ്യിൽ തൂത്തതിന് ശേഷം ഒന്ന് ക്ലോസ് ചെയ്താൽ അത് നല്ലതായിട്ട് യോജിച്ച് വരുന്നതായിരിക്കും. അപ്പോൾ ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഓരോന്നായി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ നമുക്ക് ഒരു വശം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് പയ്യെ തിരിച്ചിട്ട് കൊടുക്കാം. ഒരു നല്ല ഡീപ്പ് ഫ്രൈ ആണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഒരു 2 മിനിറ്റ് ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. പിന്നെ മറുവശം കൂടി ഒന്ന് തിരിച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഈ കോഴിയുടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ നമ്മൾ ടേസ്റ്റിയായ കോഴിയുടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്.